അവർണ ജിഷ്ണുവിന്റെ ആപ്പറിൽ ഇരുന്ന് ചോറുന്ന കാഴ്ച ഇപ്പൊ നമ്മൾ കാണുന്നത്. നമ്മളെ ടീമെല്ലാം ബേക്കിൽ നടന്നു വരുന്നുണ്ട്. മാമി വളക്കലം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഹായ് പ്രിയപ്പെട്ടവരെ, പ്രസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ കുടുംബത്തിലെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യത്തിൻ്റെ വീഡിയോ ആണ്. അതായത് എൻ്റെ ചേച്ചിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മരുമോളെ ആവർണേൻ്റെ. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീട്ടിൽ നമ്മളെ വീട്ടിൽ ആദ്യമായി എത്തിയ കുഞ്ഞാവയാണ് അവർണ. ഇപ്പോൾ ലാസ്റ്റിലെത്തിയ കുഞ്ഞാവതായി ആശ്ലിയ, അതിന് മുന്നേ നന്ദ, പിന്നെ അക്ഷര. അപ്പോൾ മാമൻ എന്ന രീതിയിൽ ഇടപെടൽ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എടുത്ത വീഡിയോ കുറേ അധികം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറേ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇടുന്നത്, ലെങ്ത് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു അത്രക്കും സന്തോഷകരമായൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് നടന്നു കഴിഞ്ഞത്. മയുള്ള ജിഷ്ണുവാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോയത്, നമ്മൾ ഗോപിയാടിൻ്റെ എല്ലാം മോൻ. ആദ്യമേ ഗോപിയാടിനെ എല്ലാം നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്. നമ്മളിവിടെ കുറയിൽ പണിയെല്ലാം എടുക്കാൻ വന്നിരുന്നു ഗോപിയാട്ടെ. പിന്നെ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പണ്ടേ കുഞ്ഞിൽ എൻ്റെ ഒന്നിച്ച് വാലിൽ തൂങ്ങി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ നടന്നിട്ട് നാടകത്തിലെല്ലാം 6ാം ക്ലാസ്സിൽ, അവരുടെ 6ാം ക്ലാസ്സിൽ, വൈഷ്ണവ് 6ാം ക്ലാസ്സിൽ, അങ്ങനെ അക്ഷര 4, ജിഷ്ണു 2 പഠിക്കുന്ന ടൈമിന് ഒരുപാട് സ്റ്റേജുകളിൽ നാടകം കളിച്ചിട്ടുണ്ട്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, 4 ഉൾപ്പെടുത്തിക്കൊണ്ട്. അന്നേരം നമ്മൾ വായനശാലൻ്റെ എല്ലാ പരിപാടിക്ക് സജീവമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ അവർ വളർന്ന് വലിയ ആളായി. അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ അങ്ങനെ തൽക്കാലം നമ്മളെ വിട്ട് വേറൊരു വീട്ടിലേക്ക് പോയി. പിന്നെ അങ്ങനെ അവനൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ദേഷ്യം വരും, നല്ല കുഞ്ഞായ സമയം. അപ്പം നമ്മൾ എടുത്ത് ചുമലെല്ലാം ഇങ്ങനെ എടുത്താൽ ഇതായിട്ട് ഇങ്ങനെ മുടിയെല്ലാം പിടിച്ച് വലിക്കും നമ്മളെ. അല്ല ഓർമ്മിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്, എന്നാലും സന്തോഷമുണ്ട്. കാരണം ഓർമ്മകൾക്കെന്നും എന്താ പറയണ്ടേ, നഷ്ടപ്പെട്ട ഓർമ്മകൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്നുള്ള അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ. നൊസ്റ്റാൾജി ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മളെ കുഞ്ഞുമോള് കല്യാണം കഴിഞ്ഞ് പോയിട്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി വിശേഷം വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റാ. ടാറ്റാ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തകർത്തിടുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് മാമി വളക്കലം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്.
ചേഞ്ച് ചെയ്തോ ഓക്കെ അവിടെ തന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്കി എല്ലാവരും എക്സ്പ്ലോർ മീഡിയന്റെ ആശ്ല ലിജിന അരിഞ്ഞിരിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ എക്സ്പ്ലോർ മീഡിയയുടെ സിസ് ദീപ നമ്മളെ പൊന്നു എല്ലാവരുടെ അടുത്ത് ചോർന്ന കാഴ്ച കാണുന്നത്. നമ്മളെ കണ്ണനും കൂട്ടനും രൂപയിലേടി ഇരിക്കുന്നുണ്ട്. ലിജിനേന്റെ ഏച്ചീന്റെ മോള് ഏച്ചി ഏന്റി ആഷ്ല വേറെ ഏച്ചീന്റെ മോള് എല്ലാരും ഇരുന്ന് ചോറുന്നല്ലാതെ. നമ്മളെ ചങ്ങായി അതുപോലെ തന്നെ വൈൽ പഞ്ചായത്തിലെ വാർഡ് മെമ്പറും കൂടെ ബീച്ച് വീടിന് ചോറും തോന്നേ. അക്ഷര ആദർശ് എല്ലാവരും ഇടിയുന്നുണ്ട്. നമ്മൾ ചങ്ങായിമാരുടെ ചോറും തോന്ന് ചോറിന്ന് കഴിഞ്ഞ് രണ്ടാള്. ആദർശ അടിയായി തോന്ന് ആദർശ ജിഷ്ണുവിന്റെ ഏട്ടോപ്പറാന്ന് ആയിരുന്നു നമ്മളെ ചങ്ങായി ആന്ന്. അതിനകത്ത് വന്നിട്ടുണ്ട് ഏതോ നമ്മളെ ചങ്ങായി മുൻ ലൈബ്രറി ശ്രീജിനിയും ടീമാന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അവർണ ജിഷ്ണുവിന്റെ ആപ്പെല്ലാം ഇടുന്ന ചോറുന്ന കാഴ്ച ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോക്കാന്ന് ചെക്കന്റെ അമ്മ എന്തെല്ലാം പറയുന്നുണ്ട് പറയാമോ? അന്നൊക്കെ പറയും സന്തോഷമുണ്ട്. നമ്മളെ ടീമെല്ലാം ബേക്കിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. കൊറേ ആളങ്ങ് ദൂരെയില്ലേ. നമ്മൾ ചില സിനിമയെല്ലാം കണ്ടിട്ടുണ്ട് പെണ്ണിനെയും കൂട്ടിയിട്ടെല്ലാം ഇങ്ങനെ കല്യാണ ടീമെല്ലാം ഇങ്ങനെ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ടല്ലോ. കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും ഏത് രീതിയിലായാലും എല്ലാവർക്കും വണ്ടിയുണ്ട്. ഇപ്പുറത്തോട്ട് പോയാലും വണ്ടിക്ക് പോവാം. പക്ഷേങ്കിൽ അവർ ചങ്ങായിമാർ നടത്തിക്കാന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒറ്റക്കല്ല നമ്മൾ ഈ കാണുന്നത്. ആ വണ്ടി ചുമട് താങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നടന്നു താഴുമ്പോൾ തലകളിൽ കെട്ടുവെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണെന്നല്ലാന്ന് പറയുന്നത് വസ്തു. അങ്ങനെ വയലിലൂടെയും റോഡിലൂടെയെല്ലാം സഞ്ചരിച്ച് ഒടുവിൽ നമ്മൾ അവനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിലെത്തി. ജിഷ്ണുവിൻ്റെ വീട്ടിലെത്തി. ജിഷ്ണുവിൻ്റെ ബന്ധുക്കൾ അരിഞ്ഞിരിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ജിഷ്ണുവിൻ്റെ ആറിൻ്റെ റൂമാണ് കാണുന്നത്, ബെഡ്റൂം. ജിഷ്ണുവിൻ്റെ വീട്ടിൽ വിരുന്നുകാർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെ ആപ്പ എല്ലാവർക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്ന നമ്മളിപ്പോൾ കാണുന്നത്. ലിജിനേൻ്റെ ആൻറ്റി ആഷ്ല എല്ലാവരും ഇവിടുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പുറത്ത് അളിയനും ടീമെല്ലാം കഴിക്കുന്നുണ്ട്. വേലുവാട്ടനും ടീമെല്ലാം ഇപ്പുറത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടാൻ നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.